ഇത് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണേ. പപ്പയ്ക്ക് തലേദിവസം ആയിട്ടുണ്ടായിരുന്നേ. രാവിലെ വന്നപ്പോൾ പപ്പ കണി വെക്കാനുള്ള പൂവ് കേട്ടാട്ടോ വന്നത്. ഞാനൊട്ട് 2 ദിവസം മുന്നേ ഞാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എനിക്ക് കണി കാണണം, എല്ലാം റെഡിയാക്കി വെക്കണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞേ. അങ്ങനത്തെ കണി എടുക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ തുണിയൊന്നും ഇടാണ്ട് ചുമ്മാ സെറ്റ് ചെയ്യാട്ടോ ചെയ്തു. പിന്നെ വെച്ച് വർക്ക് ക്ലോത്ത് ഇരിപ്പുണ്ടല്ലോ, എന്നാൽ അതിട്ടിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അതിട്ടെല്ലാം സെറ്റാക്കിട്ടോ. തിരുകുടുംബം ആയിരുന്നോട്ടോ ഫസ്റ്റ് വെച്ചത്. പിന്നെ ഒരു പേടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന്. ചേട്ടാനും ബൈച്ചിട്ടാനും വിളിച്ച് വെച്ചപ്പോൾ മിക്കവാറും എന്ന് പറഞ്ഞൊരു പേടി കൂടിയിട്ടോ. പിന്നെ അതേ കണ്ണഞ്ചേൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും കിട്ടിയിട്ടോ. സത്യത്തിൽ ഞാൻ ആദ്യം പുഷ്പ ചേച്ചിയുടെ അടുത്തായിട്ട് ചെന്നത്. പക്ഷെ അവിടെ ഓൾറെഡി കണി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതിൽ നിന്ന് എങ്ങനെ എടുത്തുകൊണ്ട് പോരും എന്നുള്ള ടെൻഷൻ കാരണം ഞാൻ എടുത്തില്ലേ. പിന്നെ മഞ്ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട് മഞ്ചേച്ചി വെച്ചിട്ടേ ഉണ്ടായില്ല കേട്ടോ. അപ്പോഴാണ് കണ്ണഞ്ചേൻ്റെ കാര്യം ഓർമ്മ വന്നത്. കണ്ണഞ്ചേൻ്റെ വിളിച്ചപ്പോഴത്തേക്കും കണ്ണഞ്ചേൻ്റെ അടുത്ത് ഞാൻ എക്സ്ട്രാ ഉണ്ടോന്ന് വെച്ചപ്പോൾ എക്സ്ട്രാ ഉണ്ട് വരാനാണ് പറഞ്ഞത്. ചെന്നപ്പോൾ അവിടെ ഉള്ള കൃഷ്ണൻ്റെ മൂക്കിൽ ഇച്ചിരി പെയിൻറ്റ് പോയേക്കോന്ന് പറഞ്ഞ് ചേട്ടൻ വെച്ച കൃഷ്ണനെ ആട്ടോ എടുത്ത് തന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്നെ സാരില്ല, ഞങ്ങൾ കണി കണ്ടതല്ലേ കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞ്. ഞാനൊരു രാത്രി കിടന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ, എന്നെ ഇങ്ങനെ കണ്ണടിച്ച് കൊണ്ടൊന്ന് കാണിക്കണം, ഞാൻ വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര പേടിച്ചിട്ട് ആളെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാനൊരു കണിയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ബൈജാച്ച കൈനീട്ടമൊക്കെ കൊടുത്ത്. പിന്നെ മൊത്തത്തിൽ കൈനീട്ടം കിട്ടലും കൊടുക്കലൊക്കെ തന്നെയായിരുന്നേ. നമ്മൾ താഴത്തൊരു മരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞോളമ്മയൊക്കെ അവിടെ വന്നതായിരുന്നേ. പപ്പേനെ കണി കാണിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞാനോട്ട് പോയി പപ്പേനെ വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. പപ്പ പറയണേ ഞാൻ രാവിലെ വന്നോളൂ, ഇനി എന്ത് കണി ഞാൻ കാണാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇല്ല വേഗം വാ, ഞാൻ കണി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പപ്പേനെ കൊണ്ടുവന്ന് കണിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പപ്പയുടെ കയ്യിൽ നിന്നും കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വിഷുവിന് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നേ. കാരണം അച്ഛാമാമ മരിച്ചിട്ട് 2ാമത്തെ ദിവസമായിരുന്നു കേട്ടോ വിഷു. അതുകൊണ്ട് തന്നെ ഒട്ടും സുഖകരമല്ലായിരുന്നു ആ വിഷു. അങ്ങനെ ആവും അപ്പനൊക്കെ വന്നു കേട്ടോ. പിന്നെ എല്ലാവരും ചായ കുടിക്കാനൊക്കെ ആയിട്ടിരുന്നേ. ഞാനോട്ടി അപ്പുറത്തെ സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. പപ്പ ഞാനോട്ടിക്ക് കമ്പിത്തിരിയും പടക്കമൊക്കെ മേടിക്കാൻ നമുക്ക് രാത്രി കത്തിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലേദിവസം ഇരുന്ന കേട്ടോ. അപ്പോഴാണ് നമ്മുടെ താഴെ വീട്ടിൽ മരണമൊക്കെ വന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ മേടിച്ചൊന്നുമില്ലായിരുന്നേ. പിന്നെ അച്ചാച്ചയൊക്കെ വന്ന് കൈനീട്ടമൊക്കെ തന്നു കേട്ടോ. അപ്പനും ആവുമൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ടൊക്കെ പോയി. ഇതാട്ടോ എൻ്റെ ഓൺ ബ്രദർ, അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി കയറിട്ടോ. കുറേ നേരം ഞാനിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണുണ്ടായപ്പോഴത്തേക്കും പപ്പ ഒന്ന് കുറച്ച് നേരം സഹായിച്ച്. മമ്മി അപ്പുറത്ത് തുണി കഴിയണ തിരക്കിലാട്ടോ. അങ്ങനെ പായസമൊക്കെ ഏകദേശം റെഡിയായി. പിന്നെ പപ്പയും ഞാനോട്ടും ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എടുത്തുകൊണ്ട് വന്നിരുന്ന് കുടിക്കണ്ടായിരുന്നു. അപ്പോൾ അതേ ചോട്ടും ലാൻഡ് ചെയ്തു കേട്ടോ. ചോട്ടിനോട് കണിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചോട്ട് കൈ ഒപ്പിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോട്ടിന് എല്ലാവരും കൈനീട്ടൊക്കെ കൊടുത്തേ. ഞങ്ങൾ പുത്തൻകുരിശ് വീട്ടിലേക്ക് പോരാനായിട്ട് റെഡി ആയിക്കൊണ്ടപ്പോൾ ചോട്ടിനെ മേക്കപ്പ് ചെയ്താന്ന് പറഞ്ഞ ആൾ വന്നേ. ഞങ്ങളിവിടെ പോരാന്ന് പറഞ്ഞ് സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ആൾ കറിയോന്നുള്ള ടെൻഷൻ കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഈച്ചിട്ടാൻ റോഷനെ താഴെ മരിച്ച വീട്ടിൽ പോയേക്കുമായിരുന്നേ. ഞാനുള്ള ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ റോഷനെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആൾ. അവനെൻ്റെ താഴെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പുത്തൻകുരിശ് വീട്ടിൽ വന്നു കേട്ടോ. വന്നപാട് അമ്മച്ചിനേൽ പായസം കൊടുത്തിട്ട് ചേട്ടയുടെ കുറച്ച് തുണി കഴുകാനുള്ളത് കൊണ്ട് ഞാൻ മുകളിലേക്ക് പോയി. അപ്പച്ചൻ ഞാനോട്ടിക്ക് ആ സമയത്ത് വിഷുക്കനീട്ടം കൊടുത്തു കേട്ടോ. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്കും കിട്ടിയായിരുന്നു. ഞാൻ തലേ ദിവസം കൊണ്ടുപോയി കൊടുത്തായിരുന്നു കേട്ടോ. കാരണം എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയോണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും തലേദിവസം കൊടുത്തിട്ടാട്ടോ ഞാൻ പോയത്. പിന്നെ നേരെ എവിഞ്ചൻ്റെ രവിചേച്ചിയുടെ അടുത്തേക്കാട്ടോ വന്നത്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാനൊരു റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ബി ചേച്ചി സി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പ ചേച്ചിമാർക്കും കൈനീട്ടം കൊണ്ട് കൊടുത്തപ്പോൾ ബി ചേച്ചി പപ്പയുടെ കാലിലൊക്കെ തൊട്ട് തൊഴുതേ. പിന്നെ മേമ്മമാരിൽ നിന്ന് ഞാനോട്ടിക്ക് കൈനീട്ടം കിട്ടി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടായും കൈനീട്ടം കൊടുത്തുകൊണ്ട് കിടക്കുമായിരുന്നേ. പപ്പ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് കിടന്നിട്ടുണ്ടായില്ല കേട്ടോ. പപ്പ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോയി കിടന്നപ്പോഴാട്ടോ ചേട്ടായി വന്നത്. പിന്നെ ചേട്ടായി പപ്പയ്ക്കും കൊണ്ട് കൊടുക്കണ്ടായിരുന്നേ. ചേട്ടായി അരുൺചേട്ടൻ്റെ വീട്ടിൽ പോകാനുകൊണ്ട് തിരക്ക് പിടിച്ച് അവിടെ നിന്ന് പോരാൻ നോക്കുക കേട്ടോ. അപ്പോൾ പായസം ഗ്ലാസ് കൊടുത്തിട്ട് അത് കുറച്ച് കുടിച്ചു. അപ്പോഴാണ് പപ്പ കൈനീട്ടം കൊടുത്തില്ല എന്ന് ആരും ഓർക്കണം കേട്ടോ. പിന്നെ പപ്പ അത് എടുത്തുകൊണ്ടൊന്ന് ചേട്ടായിക്ക് കൊടുക്കണ്ടേ. ചേട്ടായി അപ്പം തന്നെ പോയായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിമാരും പോവാം കേട്ടോ. അതിനകത്തേക്ക് ഞാൻ പപ്പയുടെ അടുത്ത് ആ കൃഷ്ണനെ കൊണ്ടേ കൊടുക്കും. കുറേ നേരമായാലും എടുത്തുകൊണ്ട് വന്നിട്ടെന്ന് പറഞ്ഞു. പിന്നെ പപ്പ കൃഷ്ണനെയൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.